ओम श्री सद्गुरु चरणारविंदाभ्यां नमः। गुरु ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारंभां शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करम्। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्ससुधीर्भोक्ता दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। എല്ലാ ആചാര്യമണ്ഡലിക്കും ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം അന്നമയ കോശത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോ ആ ദേഹാത്മവാദം വെടിഞ്ഞ് ദേഹമാണ് ആത്മാവ് എന്ന ആ ഒരു പ്രാഥമികമായ ആ ഒരു വാദം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നത് ശരീരമാണ് ആത്മാവ് എന്നാണ്. ആ ശരീരാത്മവാദത്തിൽ ശരീരത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ, അഥവാ ശരീരാത്മവാദത്തെ പ്രാഥമികമായ ഒരു നിലയിലായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിലും സൂക്ഷ്മമായിട്ടുള്ള തലങ്ങളിലേക്ക് പ്രവേശിക്കാനാണ് ഇവിടെ ഉപനിഷത്ത് ഉപദേശിക്കുന്നത്. ഇപ്പോ തദ്വാസന അപനുത്യർത്ഥം ദേഹാത്മത്വം ഉപാസ്യതാം ചിരൗ പക്ഷൗ മധ്യപുച്ഛേ ഇതി ദേഹസ്യ പക്ഷിതാം ധ്യാത്വാ തന്നിഷ്ഠതാം പ്രാപ്യ ത്യജേത് പുത്ര ആത്മതാ ശ്രുതിം. പുത്രനാണ് ആത്മാവ്, ഭാര്യയാണ് ആത്മാവ്, അഥവാ ധനമാണ് ആത്മാവ്, എൻ്റെ വീടാണ് എന്നൊക്കെ ഇതുവരെ കരുതിയിരുന്നതായ ആ ആത്മത്വ സംബന്ധിയായ തെറ്റായ ധാരണകളെല്ലാം, തെറ്റായ ധാരണ എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച ധാരണകളും എന്നർത്ഥം, അതെല്ലാം ഉപേക്ഷിച്ച് ഈ ശരീരത്തിൻ്റെ ശിരസ്സിനെ ശിരസ്സായും വലത് കൈയെ ഒരു പക്ഷം ചിറകായും ഇടത്തെ കൈയിനെ മറ്റൊരു ചിറകായും നാഭിക്ക് കീഴെയുള്ള പ്രദേശത്തെ പുച്ഛം അഥവാ ആധാരമായും നമ്മുടെ നിലനിൽപ്പിന് നാം ഈ ഭൂമിയിൽ നടക്കുന്നതിനും ഇരിക്കുന്നതിനും എല്ലാം ആധാരമായിട്ടുള്ള പുച്ഛമായും സങ്കല്പിച്ചുകൊണ്ട്, അതായത് ഒരു പക്ഷി രൂപത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ധ്യാത്വാ തന്നിഷ്ഠതാം പ്രാപ്യ ത്യജേതി പുത്ര ആത്മതാ ശ്രുതിം. യോ മനുഷ്യോ അഹമിത്യസ്തി പുത്രോഹമിതി നാസ്തി ധീഹി വികാരോസ്തി പരിവ്രാജോ ന പുത്ര സുഖദുഃഖയോഃ അന്നജോ ദേഹ ഏവ ആത്മാ തദന്നം ബ്രഹ്മബുദ്ധിതഃ ഉപാസ്യ സർവമപ്യന്നം സ്വാഭീഷ്ടം ലഭത്തെ പുമാൻ. അങ്ങനെ പുത്രനിലും മറ്റ് വസ്തുതകളിലും ലൗകികമായ ബന്ധങ്ങളിലും വസ്തുതകളിലും നമ്മുടെ ഉടമയിലുള്ള വസ്തുക്കളിലുമെല്ലാം തന്നെ ഇതുവരെ നാം നിലനിർത്തി വന്നിരുന്നതായ ആത്മത്വബുദ്ധി ഉപേക്ഷിച്ച് പരിവ്രാജകനായി, ഇവിടെ ശ്രദ്ധിക്കുക, പരിവ്രാട്ട് എന്ന് പറഞ്ഞാൽ കറങ്ങി നടക്കുന്നവനെന്നാണ്. പരിതഃ വ്രജതി ഇതി പരിവ്രാട്ട്, കറങ്ങി നടക്കുന്നവൻ. ഗ്രാമാത് ഗ്രാമം, നഗരാത് നഗരം, കറങ്ങി നടക്കുന്ന ആ പരിവ്രാജകൻ പുത്ര സുഖ ദുഃഖങ്ങളിലൊന്നും തന്നെ, പുത്രനിലോ അതായത് പുത്രാദികളിലോ സുഖാദികളിലോ ദുഃഖാദികളിലോ ഒന്നും തന്നെ തൻ്റെ മനസ്സിൻ്റെ സ്ഥൈര്യതയ്ക്ക് ചാഞ്ചല്യം കൊടുക്കാതെ, ആദ്യം മനസ്സിന് സ്ഥിരത വേണം. അങ്ങനെ അന്നജമായ ദേഹം, ഈ ശരീരം, അന്നത്തിലൂടെ അന്നവികാരമായി ഉണ്ടായതായ ഈ ശരീരം ആണ് ആത്മാവ്. തദന്നം ബ്രഹ്മബുദ്ധിതഃ അയമാ അന്നമയ ബ്രഹ്മ എന്ന്. ഉപാസ്യ സർവമപ്യന്നം
സ്വാഭീഷ്ടം ലഭത്തെ പുമാൻ. അപ്പോ ഇത് ആധ്യാത്മികമായ സാധനയുടെ ഒരു ആദ്യത്തെ പടിയാണെന്ന് നമുക്ക് അംഗീകരിക്കാം. ഇനിയോ അതിലും ആന്തരികമായിട്ടുള്ളതായ പ്രാണമയം, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നാം അവസാനിപ്പിച്ചത്. അപ്പോ നമ്മുടെ ശരീരത്തിന്റെ സ്ഥിതിക്ക്, നമ്മുടെ ശരീരത്തിലെ അശന, പിപാസ എന്നിവയ്ക്ക് പ്രശമനം നൽകുന്ന അന്നം, പൃഥിവിയെ ആശ്രയിച്ചിരിക്കുന്നതായ സ്ഥാവര ജംഗമ രൂപങ്ങളായ എല്ലാം രസാദി രൂപത്തിൽ പരിണമിച്ച അന്നത്തിൽ നിന്നും ഉണ്ടായവയാണ്. അതുകൊണ്ട് അവ ജനിച്ചതിന്റെ ശേഷവും ഈ വസ്തുക്കളെല്ലാം അന്നം കൊണ്ട് ജീവിക്കുന്നു, പ്രാണധാരണം ചെയ്ത് വർദ്ധിക്കുന്നു. പിന്നെ വൃദ്ധി അവസാനിച്ചതിന്റെ ശേഷം അവസാനം അന്നത്തിൽ തന്നെ തിരികെ ലയിക്കുകയും ചെയ്യുന്നു. അന്നമയാദികളായ മറ്റു ഭൂതങ്ങൾക്ക് കാരണം അന്നമാകുന്നു. അതിനാൽ എല്ലാ പ്രജകളും അന്നത്തിൽ നിന്നുണ്ടാകുകയും അന്നം കൊണ്ട് ജീവിക്കുന്നവയും, അതായത് പ്രാണധാരണം ചെയ്യുന്നവയും അന്നത്തിൽ തന്നെ തിരികെ ലയിക്കുന്നവയുമാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അന്നം എല്ലാ പ്രാണികൾക്കും ഈ നമ്മുടെ അശന, അതായത് ക്ഷുത്ത് പിപാസ മുതലായ രോഗങ്ങൾക്ക് ഔഷധമാണ് എന്ന് പറയപ്പെടുന്നു. അതിന്റെ ഫലം പറയുന്നു. അന്നബ്രഹ്മവിദ ഫലം ഉച്യത്തെ. അന്നത്തെ ബ്രഹ്മമായി ഉപാസിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കും? സർവം വൈത്തെ സമസ്തം അന്നജാതമാപ്നുവന്തി കേ യേ അന്നം ബ്രഹ്മ യഥോക്തം ഉപാസത്തെ കഥം അന്നജോ അന്നാത്മന പ്രളയോഹം തസ്മാത് അന്നം ബ്രഹ്മ ഇതി. എങ്ങനെ പറയുന്നു? അന്നം ഹി ഭൂതാനാം ജ്യേഷ്ഠം, അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോ അന്നശബ്ദം അദ്യത്തെ അത്തിച്ച ഭൂതാനി, ശ്രദ്ധിക്കുക, നാം ഭക്ഷിക്കുന്നതും നമ്മെ ഭക്ഷിക്കുന്നതുമായതുകൊണ്ടാണ് അതിന് അന്നം എന്നുള്ള പേര് കിട്ടിയത്. അദ്യത്തെ ഭുജ്യത്തെ ചെയ്വ യത് ഭൂതൈഹി അത്തിച്ച ഭൂതാനി സ്വയം. ഭൂതങ്ങളാൽ ഭക്ഷിക്കപ്പെടുന്നതും അവസാനം ഭൂതത്തെ തന്നെ ഭക്ഷിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് ഭൂതൈഹി ഭൃഗ്യമാനത്വാത് ഭൂതഭോക്തൃത്വാച്ച അന്നം തദുച്യത്തെ എന്ന് അന്നബ്രഹ്മവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൽ നിന്നും ആന്തരികമായ, ആന്തരതമമായ, ഇതിനേക്കാൾ സൂക്ഷ്മമായ ബ്രഹ്മവിദ്യ, ഈ ബ്രഹ്മവിദ്യയുടെ ആദ്യത്തെ പടിയായി അന്നമയ കോശത്തെ, അന്നബ്രഹ്മത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഫലം പറഞ്ഞ ശേഷം അതിൽ നിന്നും ഉള്ളിലേക്ക് കടക്കണം. ആഭ്യന്തരതമം ബ്രഹ്മ വിദ്യയാ പ്രത്യേകാത്മത്വേന ദിദർശയിഷു ശാസ്ത്രം അവിദ്യാകൃത പഞ്ചകോശാപനേന അനേക തുഷകോദ്രവ വിദൂഷീകരണ കരണേനീവ തണ്ടുലാൻ പ്രസ്തൗതി തസ്മാദ്വാ ഏതസ്മാത് അന്നരസമയാത് എന്ന് പ്രാണോ എന്ന് പറഞ്ഞ് പ്രാണമയത്തെക്കുറിച്ച് പറയുന്നു. അടുത്തത് തസ്മാദ്വാ ഏതസ്മാത് അന്നരസമയാത് അന്യോന്തര ആത്മാ പ്രാണമയഃ തേനൈഷ പൂർണ്ണഃ. അപ്പോ ഈ ഉമിയുള്ള ധാന്യം ഉണ്ടല്ലോ, ധാരാളം ഉമിയുള്ളത്, ആ ഉമിയെല്ലാം നീക്കി അതിന്റെ ഉള്ളിലുള്ള അരികണങ്ങളെ കാണിക്കുന്നത് പോലെയാണ് ഈ വിദ്യ. ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഒരു ഉദാഹരണം പറഞ്ഞു തരുന്നത്? തുഷവിമോഹനം എന്ന് പറയും. പ്രത്യേകാത്മത്വേന ദിദർശയിഷുഹു, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള ഈ ഒരു യാത്രയെ അതിന്റെ അവസാനത്തിലാണ് ബ്രഹ്മ എന്ന ആ പ്രത്യേകാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദർശയിഷുഹു, ദർശയിതും ഇച്ഛുഹു, അതെ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നതായ ശാസ്ത്രം എന്ന്. അവിദ്യാകൃത പഞ്ചകോശാപനയനേന, അവിദ്യാകൽപിതമായ ഈ പഞ്ചകോശങ്ങൾ, ഈ പഞ്ചകോശങ്ങളുടെ അപനയനം, അവയെ മാറ്റി നിർത്താൻ വേണ്ടി അനേക തുഷകോദ്രവ വിതുഷീ
കരണേനൈവ ഒരു ധാന്യം, ആ ധാന്യം അതിൻ്റെ ഈ കൂവരക് എന്നാണ് പറയുന്നത്. കൂവരകൾ ധാരാളം ഉമി പുറന്തോടുകൾ ഉണ്ടായിരിക്കും. ആ പുറന്തോടുകളെല്ലാം ക്രമേണ മാറ്റി മാറ്റിയാണ് ഉള്ളിലുള്ള ആ കൂവരക് മണി നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉള്ളിലുള്ള അതിൻ്റെ ആ ധാന്യത്തെ കാണിക്കുന്നത് പോലെ വിദ്യ കൊണ്ട് അനേക തുഷകോദ്രവ വിദുഷീകരണേനേവ തണ്ടുലാൻ, തണ്ടുലങ്ങളിലെ നെല്ല് അങ്ങനെ അല്ലെങ്കിൽ ധാന്യങ്ങൾ, ആ ധാന്യങ്ങളിലെ പുറന്തോടുകളായ ആ ഉമി മുതലായവയെ പതുക്കെ പതുക്കെ മാറ്റി നിർത്തി ആന്തരികമായ സാരമായ ആ ധാന്യം നമുക്ക് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നത് പോലെ എന്നർത്ഥം. അവിദ്യാകൃതമായ പഞ്ചകോശങ്ങളെ ഇവിടെ അപനയനം ചെയ്യുന്നു, മാറ്റിത്തരുന്നു എന്നർത്ഥം. തസ്മാദ്വയേ തസ്മാത് യഥോക്താത് അന്നരസമയാത് പിണ്ടാത് അന്യോ വ്യതിരിക്തഃ ആന്തര ആഭ്യന്തരഃ ആത്മാ പിണ്ഡദേവ മിഥ്യാപരികൽപ്പിതഃ ആത്മത്വേന പ്രാണമയഃ. എല്ലാം മിഥ്യാകൽപ്പിതമാണ്. അപ്പോ ഈ ആത്മാവ്, പ്രാണമയമായ ആത്മാവിനെ കുറിച്ചാണ് ഇനിയിപ്പോ പറയാൻ പോകുന്നത്. പ്രാണമയമായ ആത്മാവ്, പ്രാണൻ പ്രാണോ വായു തന്മയഃ തത്പ്രായഃ പ്രാണമയഃ തേന പ്രാണമയേന ഏഷ അന്നരസമയ ആത്മാ പൂർണ്ണവായുനേവ ധൃതിഃ സവൈ ഏഷ പ്രാണമയ ആത്മാ പുരുഷവിധ ഏവ. പ്രാണമയമായ ആത്മാവിനാൽ ഈ അന്നരസമായ ആത്മാവ് പൂരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അന്നരസമയമായ ആത്മാവ് പുറന്തോട്, അതിൻ്റെ ഉള്ളിലുള്ള ഒരു തോടാണ് ഈ മാറ്റി ചികഞ്ഞു മാറ്റപ്പെടേണ്ടതായ ഉമി പോലെയുള്ള മറ്റൊരു തോട് ആണ് ഈ പറയുന്ന പ്രാണമയമായത്. അങ്ങനെയുള്ള ഈ പ്രാണമയമായ ആത്മാവ്, അതിനെയും നാം ഒരു പുരുഷാകൃതിയായി സങ്കല്പിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അത് ഒരു ആകൃതിയോട് കൂടിയതാണെന്നും ശിരസ് പക്ഷം മുതലായവ കൊണ്ട് ഒരു പുരുഷ ആകൃതിയാകുന്നു എന്നും അർത്ഥം മനസ്സിലാക്കണം. പുരുഷാകൃതിയായിരിക്കുന്നത് സ്വതേ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. ഈ അന്നമയമായ ആത്മാവ് പുരുഷാകൃതി ആയതുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള പ്രാണമയമായ ആത്മാവും ഏതാണ്ട് പുരുഷാകൃതിയിലായിരിക്കണം എന്ന് നമുക്ക് സങ്കല്പിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് തസ്യ പുരുഷ വിധതാം എന്ന് ഉപനിഷത്ത് പറയുന്നു. സവാ ഏഷ പുരുഷവിധ ഏവ, പ്രാണമയമായ ആത്മാവും പുരുഷനെ പോലെയാണ്. തസ്യ പുരുഷവിധതാം, എങ്ങനെ? അന്വയം പുരുഷവിധഃ, ഈ പുരുഷാകൃതയെ അനുസരിച്ചാണ് പ്രാണമയനും ഈ മൂഷയിൽ ഉരുക്കി ഒഴിച്ച ഒരു മൂഷയിൽ ഉരുക്കി ഒഴിച്ചതായ ചെമ്പ് പോലെ, ആ ചെമ്പ് മൂഷയുടെ ആകൃതിയിൽ ഇരിക്കുന്നത് പോലെ അന്നമയമായ മൂഷയിൽ ഉരുക്കി ഒഴിക്കപ്പെട്ടതായ പ്രാണമയമായ ആത്മാവും പുരുഷാകൃതിയിലാണെന്ന് സങ്കല്പിക്കണം. ഏവം പൂർവസ്യ പുരുഷവിധത താം അനു ഉത്തരോത്തരതഃ പുരുഷവിധ ഭവതി പൂർവ്വശ്ച ഉത്തരോത്തരേണ പൂർണ്ണഃ. ഇങ്ങനെ മുമ്പുള്ളതിനുള്ള പുരുഷാകാരതയെ അനുസരിച്ച് അതിൻ്റെ ഉള്ളവയും പുരുഷാകൃതിയായിരിക്കുന്നു എന്ന് നാം സങ്കല്പിക്കണം. മുമ്പുള്ളത് പിന്നീട് ഉള്ളതിനാൽ പൂർണ്ണ ആയിരിക്കുന്നു എന്നും മനസ്സിലാക്കണം. ഈ പ്രാണമയമായ പുരുഷാകൃതി എങ്ങനെയായിരിക്കും? ആ പ്രാണമയനെ വായിലും മൂക്കിലും കൂടി വിളിക്കു വരുന്നതിനെ പ്രാണൻ എന്ന് പറയുന്ന വൃത്തിവിശേഷം, അതിനെ ശിരസ്സായി കൽപ്പിക്കുന്നു. ഇവിടെ വായിലൂടെയും മൂക്കിലൂടെയും വിളിക്കു വരുന്നതാണ് ഇത് മുഴുവൻ ശരീരാന്ത സഞ്ചാരി വായു പ്രാണഹ എന്നാണ്. സ്ഥാനഭേദമനുസരിച്ച് അതിന് വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നൊക്കെ പേരുണ്ട്. അങ്ങനെ കൽപ്പിക്കപ്പെടുന്നത്
വേദവചനം കൊണ്ടാണ് എന്നും പറയുന്നു. പ്രാണമയസ്യ വായുവികാരസ്യ പ്രാണഃ മുഖനാസികാനിസ്സരണോ വൃത്തിവിശേഷഃ ശിര ഇതി കൽപ്യത്തെ വചനാത്. എന്താ വചനം? വേദം പറയുന്നു. സർവത്ര വചനാദേവ പക്ഷാദികൽപ്പന വ്യാനഃ വ്യാനവൃത്തിഃ ദക്ഷിണഃ പക്ഷഃ എന്നും പറയുന്നു. അപ്പോ അടുത്ത ഇതിലേക്ക് പറയുകയാണ്. നമുക്ക് ഈ ഏതെങ്കിലും സാദൃശ്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്ക് ഇവിടെ ഒരു ശിരസ്, പക്ഷം മുതലായ കൽപ്പനയൊക്കെ നടത്തേണ്ടത്. അതിന് വേദവചനം തന്നെ മനസ്സിൽ തരും. വ്യാനവൃത്തിയാണ് വലത്തെ ചിറക്, അപാനവൃത്തിയാണ് ഇടത്തെ ചിറക്. ഇനി ആകാശത്തിലുള്ള സമാനൻ എന്ന് സമാനഹ എല്ലാം സമീകരിക്കുന്നവൻ, സമാനൻ എന്ന് പറയുന്ന വൃത്തിവിശേഷം തന്നെയാണ് ആത്മാവ്. ഇനി പ്രാണവൃത്തിക്ക് ആധികാരികമായതുകൊണ്ട് പരിന്തത്തിലുള്ള മറ്റു വൃത്തികളെ അപേക്ഷിച്ച് മധ്യസ്ഥമായതുകൊണ്ടും ആത്മാവിനെ പോലെ ഇരിക്കുന്നത് കൊണ്ടുമാണ് ആത്മാവെന്ന് പറഞ്ഞത്. മധ്യം ഹി യേഷാം അംഗാനാം ആത്മാ. നേരത്തെ പറഞ്ഞ ഒരു ശ്രുതി തന്നെയാണ് ഇവിടെയും പറയുന്നത്. പൃഥിവി പുച്ഛം പ്രതിഷ്ഠ. ഈ പ്രാണമയമായ ശരീരത്തിന് ആധാരമായിട്ടുള്ളത് പൃഥിവി എന്നാണ്. അപ്പോ ആധ്യാത്മികമായ ഈ പ്രാണനെ ധാരണം ചെയ്യുന്നത്, നിലയ്ക്ക് നിർത്തുന്നത് പൃഥിവി ദേവതയാകുന്നു. എന്തുകൊണ്ടെന്നാൽ അതാണ് സ്ഥിതി ഹേതുവായിട്ടുള്ളത്. സൈഷാ പുരുഷസ്യ അപാനാം അവഷ്ടഭ്യാം എന്നൊരു ശ്രുതിയുമുണ്ട്. വേദമാണ് മനസ്സിലാക്കി തരുന്നത്. ആ പൃഥിവി ദേവത ധാരണം ചെയ്യാതിരുന്നാൽ ശരീരം ഉദാനവൃത്തി കൊണ്ട് മേൽപോട്ട് പോവുകയോ അല്ലെങ്കിൽ ഗുരുത്വം കൊണ്ട് താഴെ വീഴുകയോ ചെയ്യും. അപ്പോ അതാണ് അതിനെ സമാനമായിട്ട് നിലനിർത്തുന്നത്. നമ്മെ നിലനിർത്തുന്നത് ഈ പൃഥിവിയാണ് നമ്മെ നിലനിർത്തുന്നത്. അതുകൊണ്ട് പൃഥിവി പുച്ഛം പ്രതിഷ്ഠ. ഇതിനെ സംബന്ധിച്ചും ഒരു ശ്ലോകമുണ്ട്. എല്ലാത്തിനും പ്രമാണമായി മന്ത്രബ്രാഹ്മണത്തിൽ നിന്നും ഒരു വാക്യം ഉദ്ധരിക്കുക പതിവാണ്. അതാണ് ഉപനിഷത്തിന്റെ രീതി. പ്രാണം ദേവ അനുപ്രാണന്തി മനുഷ്യാഹ പശവശ്ചയേ പ്രാണോ ഹി ഭൂതാനാമായുഃ തസ്മാത് സർവായുഷമുച്യത്തെ സർവമേവ ആയുര്യന്തി യേ പ്രാണം ബ്രഹ്മോപാസത്തെ പ്രാണോ ഹി ഭൂതാനാമായുഃ തസ്മാത് സർവായുഷമുച്യത്തെ ഇതി. ദേവാഹ പ്രാണം അനുപ്രാണന്തി. ദേവന്മാർ പ്രാണനെ അനുസരിച്ച് അവർ ജീവിക്കുന്നു. മനുഷ്യാഹ പശവശ്ചയേ. എവയാണോ മനുഷ്യാഹ മനുഷ്യരും പശവഹ അതായത് മൃഗങ്ങളും തേച്ച അവയും അതുപോലെ പ്രാണനെ അനുസരിച്ച് തന്നെയാണ് പ്രാണന്തി പ്രാണിക്കുന്നു, പ്രാണനക്രിയയുള്ളവരായിരിക്കുന്നു, ജീവിക്കുന്നു എന്നർത്ഥം. പ്രാണം ദേവ അനുപ്രാണന്തി മനുഷ്യാ പശവശ്ചയേ പ്രാണോ ഹി ഭൂതാനാമായുഃ തസ്മാത് സർവായുഷമുച്യത്തെ. അതുകൊണ്ട് ഈ ഭൂതങ്ങൾക്കെല്ലാം പ്രാണികൾക്കെല്ലാം ആയുസ്സായിട്ടുള്ളത്, ജീവനമായിട്ടുള്ളത് പ്രാണനാണ്. നമുക്കറിയാം, ഈ ജീവനം നിന്നുപോവുക, ശ്വാസം നിന്നുപോയാൽ, വായു നിന്നുപോയാൽ പറയുന്നത് എന്താ? പ്രാണൻ പോയി എന്നാണ്. തസ്മാത് സർവായുഷമുച്യത്തെ യേ പ്രാണം ബ്രഹ്മോപാസത്തെ പ്രാണോ ഹി ഭൂതാനാമായുഃ. ആരാണോ ഈ പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുന്നത്, പ്രാണബ്രഹ്മമായി ഉപാസിക്കുന്നത്, തേ സർവമേവ ആയുഃ യന്തി. അവർ എല്ലാ ആയുസ്സിനെയും പ്രാപിക്കുന്നു. പ്രാണോ ഹി ഭൂതാനാം ജ്യേഷ്ഠം. പ്രാണോ ഹി ഭൂതാനാമായുഃ തസ്മാത് സർവായുഷമുച്യത്തെ. പ്രാണനാണല്ലോ ഭൂതങ്ങൾക്കെല്ലാം ആയുസ്സായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സർവായുഷം എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് അടുത്ത ഇതിലേക്ക് കിടക്കുന്നു. ഈ പ്രാണം ദേവ അനുപ്രാണന്തി എന്നുള്ള ആ ഒരു
വാക്യം വേദവാക്യത്തിന്റെ സ്വാരസ്യം കൂടി ആചാര്യൻ മനസ്സിലാക്കി തരുന്നു. അഗ്നിയാദേഹ ദേവാഹ പ്രാണം വായുവാത്മാനം പ്രാണനശക്തിമന്തം അനു തദാത്മഭൂതാസന്തഃ പ്രാണന്തി പ്രാണന കർമ്മ കുർവന്തി. അതായത് അഗ്നി മുതലായ ദേവന്മാരെല്ലാവരും തന്നെ ദേവതകൾക്ക് ശരീരമുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഗ്നിയാദേഹ ദേവാഹ പ്രാണം വായുവാത്മാനം പ്രാണനശക്തിമന്തം. പ്രാണാത്മകമായിട്ടുള്ള ഈ പ്രാണനശക്തിയോടുകൂടിയ, ജീവിക്കാൻ ശ്വസനശക്തിയോടുകൂടിയ വായുരൂപനായ പ്രാണനെ അനുസരിച്ചാണ് അവർ പ്രാണാത്മകമായിട്ടുള്ളത്. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രാണൻ പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, പ്രാണൻ തിരിച്ചു കിട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ വാമൊഴിയിലും അതൊക്കെ ഉണ്ട്. അപ്പൊ വളരെ സൂക്ഷ്മമായ ഒരു വസ്തുതയാണ് ഈ പ്രാണൻ എന്ന് പറയുന്നത്. വായുവാണ് പ്രാണൻ എന്ന് പറഞ്ഞാൽ, വായുവാണ്. പ്രാണനശക്തിമന്തം അനു, പ്രാണനശക്തിയോട് കൂടിയ ആധ്യാത്മികമായതുകൊണ്ട്. ഇവിടെ ഒരു പ്രത്യേകം ഇത് പറയുന്നത് ദേവാഹ ഇന്ദ്രിയാണി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദേവന്മാർ, അഗ്നിയാദി ദേവന്മാർ എന്ന് ആദ്യം പറഞ്ഞുവെങ്കിലും ഭഗവാൻ ശങ്കര ഭഗവത്പാദ സ്വാമികൾ ഇവിടെ ദേവതകളായി ഇവിടെ വർണ്ണിക്കുന്നത് ഇന്ദ്രിയങ്ങളെയാണ്. ശ്രദ്ധിക്കുക, ഇന്ദ്രിയങ്ങളെ. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നത് മുഖ്യപ്രാണനെ അനുസരിച്ചാണ്. പ്രാണനക്രിയ ക്രിയാവന്തോ ഭവന്തി അധ്യാത്മ അധികാരാത് ദേവാഹ ഇന്ദ്രിയാണി പ്രാണൻ അനുപ്രാണന്തി മുഖ്യപ്രാണമനുചേഷ്ടന്തി തഥാ മനുഷ്യാ പശവശ്ച യേ തേ കർമ്മണൈവ ചേഷ്ടാവന്തോ ഭവന്തി. ഇവിടെ ദേവശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്ന അർത്ഥം സ്വീകരിക്കാം. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം മുഖ്യപ്രാണനെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നും അർത്ഥം പറയാം. അതുപോലെ മനുഷ്യരും പശുക്കളും എല്ലാം തന്നെ ഈ പ്രാണന കർമ്മം കൊണ്ടാണ് അവർ പ്രവൃത്തി ഉള്ളവരായിട്ടുള്ളത്. ഇങ്ങനെ ഉള്ള ഈ പ്രാണമയമായ ആത്മാവ്, അന്നമയ ആത്മാവ്, അന്നമയ ബ്രഹ്മം, പ്രാണമയ ബ്രഹ്മം. ഇനി ഇതിന്റെ ഉള്ളിലുള്ളതാണ് മനോമയമായ ആത്മാവ് എന്ന് പറയുന്നു. അതിലേക്ക് കടക്കുന്നു. അടുത്തത് പ്രാണം ദേവാനുപ്രാണന്തി മനുഷ്യാ പശവശ്ചയേ പ്രാണോ ഹി ഭൂതാനാമായുഃ തസ്മാത് സർവായുഷമുച്യത്തെ സർവമേവ തേ ആയുര്യന്തി യേ പ്രാണം ബ്രഹ്മോപാസത്തെ പ്രാണോ ഹി ഭൂതാനാമായുഃ തസ്മാത് സർവായുഷമുച്യത്തെ. തസ്മാത് വാ ഏതസ്മാത് പ്രാണമയാത്. ഈ പ്രാണമയമായ ഈ ആത്മാവ്, ഈ ശരീരം, അല്ലെങ്കിൽ പ്രാണമയമായ ഈ ബ്രഹ്മം, ആത്മാവെന്ന് പറയാം, ഇവിടെ ശരീരമെന്നും പറയാം. അന്യോന്തര ആത്മാ മനോമയ തേനൈഷ പൂർണ്ണ. അതിൻ്റെ ഉള്ളിൽ മനോമയമായ ഒരു കോശം, ഇതേപോലെ തന്നെ ഈ മൂശയിൽ ഉരുക്കിവിടപ്പെട്ട താമ്രം പോലെ, ചെമ്പ് പോലെ എന്നർത്ഥം. അത് ഇവിടെ സവാപുരുഷ അന്യോന്തര ആത്മാ മനോമയ തേനീഷ പൂർണ്ണ സവാ ഏഷ പുരുഷവിധ ഏപ. അതെങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് പറഞ്ഞു തരുന്നു. മനോമയ കോശത്തിന്റെ സ്വരൂപം പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് എന്ന് പറയുന്നു. സവായേഷ പുരുഷവിധ ഏപ. ഇതിനു മുമ്പ് പറഞ്ഞതായ രണ്ട് കോശങ്ങളും എങ്ങനെയാണ് പുരുഷാകാരം സ്വീകരിക്കുന്നത്, അതേപോലെ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിധ തസ്യ യജുരേവ ശിരഃ. അതിന് യജുസ്സാണ് അതിന് ശിരസ്സായിട്ടുള്ളത് എന്ന് പറയുന്നു. യജുസ്
അപ്പോ തസ്മാദ്വാ യതസ്മാത് എന്നീ പദങ്ങളുടെ അർത്ഥം ആദ്യമേ വിവരിച്ചു കഴിഞ്ഞു നമ്മൾ. അപ്പോ അതില് ശേഷം അന്തരാത്മാവ് മനോമയമാണെന്ന് പറയുന്നു. അന്നമയം, പ്രാണമയം, മനോമയം, ഒന്നിന്റെ ഉള്ളിൽ ഒന്നായിട്ട് അടുക്കി വെക്കപ്പെട്ടിരിക്കുന്നു. ഏറ്റവും പുറമെ കാണുന്നത് തോട് അന്നമയം, അതിൻ്റെ ഉള്ളിലുള്ളത് പ്രാണമയം, അതിൻ്റെ ഉള്ളിലുള്ളത് മനോമയം എന്ന് പറയുന്നു. എന്നിട്ടോ ഈ മനോമയമായ ആത്മാവ് പ്രാണമയത്തിന്റെ ഉള്ളിലുള്ളതും എന്നാൽ പ്രാണമയത്തിൽ നിന്നും വേറെ ആയിട്ടുള്ളതുമാകുന്നു. തസ്യ യജുരേവ ശിരഹ, യജുസ് എന്ന് പറയുന്നത്, അതായത് യജുസ് എന്ന് പറയപ്പെടുന്നത് ഈ അക്ഷര നിയമങ്ങളില്ലാത്ത വൃത്തനിബദ്ധമല്ലാത്ത മന്ത്രങ്ങളെയാണ് യജുസ് എന്ന് പറയുന്നത്. അതിൻ്റെ ജാതിയിൽ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ യജുസ് ശബ്ദം പറയുന്നത്. യജുരേവ ശിരഹ, ശിരസ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊണ്ടാണ് ശിരസ് എന്ന് പറയപ്പെടുന്നത്. കാരണം യാഗം മുതലായവയിൽ അധികം അധികം ഉപകരിക്കുന്നത് യജുസ്സാണ്. സ്വാഹാകാരം മുതലായവയോട് കൂടിയുള്ള ഈ ഹവിസ് നൽകുന്നത് കൊണ്ടാണ് അതിനെ ഹവിസ് നൽകപ്പെടുന്നത് ഈ യജു മന്ത്രത്തിന്റെ ധ്വനികളോട് കൂടിയവയാണ്. അല്ലെങ്കിൽ ഈ ശിരസ് പക്ഷം മുതലായവയെല്ലാം, ഉത്തരപക്ഷം, ദക്ഷിണപക്ഷം മുതലായവയെല്ലാം തന്നെ വേദമനുസരിച്ചാണെന്ന് നമുക്ക് പറയാം. ഏവം യജുരുച്യത്തെ ഏവം ഋക് സാമച്ച ഏവം മനോവൃത്തിത്വേ മന്ത്രാണാം വൃത്തിരേവ നിവർത്യത്തെ ഇതി മാനസോ ജപ ഉപപദ്യത്തെ. അപ്പൊ ഈ മനോമയ കോശത്തിലെ മനോവൃത്തിത്വേ മന്ത്രാണാം വൃത്തി, ശ്രദ്ധിക്കുക, മന്ത്രങ്ങളെല്ലാം ഉച്ചരിക്കപ്പെടുന്നത് മനോവൃത്തികളാണ്, ഉച്ചരിക്കപ്പെടുന്ന മന്ത്രങ്ങളല്ല. അപ്പൊ മനോവൃത്തി തന്നെ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് മാനസമായ ജപം പ്രധാനമാകുന്നു. അപ്പോ കേവലം ഇവ ശബ്ദങ്ങൾ മാത്രമല്ല, അതുകൊണ്ട് കേവലമായ ഒരു വസ്തുവാണ് ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ വെറും ഘടപടാദി വസ്തുക്കളെ പോലെ ആകും, നമുക്ക് ബന്ധമില്ലാത്ത വസ്തുക്കളെ പോലെ ആകും. അതുകൊണ്ട് അവയ്ക്ക് മനോവിഷയത്വം സംഭവിക്കുന്നതിന് വേണ്ടി മാനസമായ ജപത്തിന് ഉപപത്തി കൽപ്പിക്കുന്നതിനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് പലയിടത്തും കർമ്മങ്ങളിൽ മന്ത്ര ആവൃത്തി വിധിക്കപ്പെടുന്നത്. ആചാര്യൻ പറയുന്നു, ഏവഞ്ച മനോവൃത്തിത്വേ മന്ത്രാണാം വൃത്തിരേവ ആവർത്യത്തെ ഇതി മാനസോ ജപ ഉപപദ്യത്തെ അന്യഥാ അവിഷയത്വാത് മന്ത്രോ ന ആവർത്തയിതും ശക്യഃ ഘടാധിപതി മാനസോ ജപോ ന ഉപപദ്യത്തെ മന്ത്ര ആവർത്തിശ്ച ചോദ്യത്തെ ബഹുശഃ കർമ്മസു. അങ്ങനെ മന്ത്ര ആവർത്തി വിധിക്കപ്പെടുന്നു. മനസ്സ് മാനസികമാണ്, മാനസികമായ ആ ജപത്തിന് പ്രാധാന്യമുണ്ട്. എന്താ മന്ത്ര ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ? ആചാര്യൻ അത് വ്യക്തമാക്കുന്നു. അക്ഷര വിഷയ സ്മൃത്യ ആവൃത്യ മന്ത്രാവൃത്തി സ്യാത് ഇത് ചേത് ന മുഖ്യാർത്ഥ സംഭവാ എന്നൊരു ചർച്ച. നമുക്കത് ആവർത്തി ആവശ്യമുള്ളതല്ല, അത് പൂർവമീമാംസയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ളത് എന്താ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടത് ഋചോ അക്ഷരേ പരമേ വ്യോമൻ അന്യസ്മിൻ ദേവാഹ അധിവിശ്വേ നിഷേധു എന്ന ആ മന്ത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതായത് ഋചേ അക്ഷരേ പരമേ വ്യോമ അന്യസ്മിൻ ദേവ അധിവിശ്വേ നിഷേധു എന്ന്. അതായത് ഋക്കുകൾക്ക് ഈ നിത്യമായ ആത്മാവിനോട് ഏകത്വം പറയുന്ന ശ്രുതി. അങ്ങനെ പറയണമെങ്കിൽ ഋഗാദികൾ നിത്യമായിരിക്കണം, എങ്കിൽ മാത്രമേ ആത്മാവിന് ദേവാഹ അധിവിശ്വേ നിഷേധുഹു എന്നും പറഞ്ഞു. ഇപ്പൊ ബ്രഹ്മത്തിൽ
താതാത്മ്യേന വ്യവസ്ഥിതമായിട്ടുള്ള ബ്രഹ്മ താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളവയായ വേദങ്ങൾ ആത്മാവിനോട് ഒന്നിച്ചു നിൽക്കുന്നു. ആത്മാവ് തന്നെയാണ് അവ എന്നും നമുക്ക് കിട്ടും. ആദേശ അത്ര ബ്രാഹ്മണം ആദേഷ്ടവ്യ വിശേഷാനാം അതിദിശതീതി അഥർവാണ ആംഗിരസ ച ദൃഷ്ടാമന്ത്ര ബ്രാഹ്മണം ച ശാന്തിക പൗഷ്ടികാദി പ്രതിഷ്ഠാ കേതു കർമ്മ പ്രധാനത്വാത് പുച്ഛം പ്രതിഷ്ഠ. ഇനി ഇതിന് തസ്യ യജുരേവ ശിരഃ ഋഗ് ദക്ഷിണ പക്ഷഃ. ഋഗ്മന്ത്രത്തിനെ ഋഗ്വേദത്തെ വലത് കൈയായും സാമ ഉത്തര പക്ഷഃ സാമത്തിനെ സാമവേദത്തെ ഇടത്തെ കൈയായും സാമ ഉത്തര പക്ഷഃ അല്ലെങ്കിൽ ചിറകായും ആദേശ ആത്മാ ഈ ആദേശങ്ങളെ ഈ നിർദ്ദേശങ്ങളെയെല്ലാം ആത്മാവായും അംഗീകരിച്ചുകൊണ്ട് അഥർവാംഗിരസ പുച്ഛം പ്രതിഷ്ഠ. അഥർവാവിനാലും അംഗിരസിനാലും കണ്ടുപിടിക്കപ്പെട്ട മന്ത്രങ്ങൾ. അതുകൊണ്ടാണ് അതിന് വാസ്തവത്തിൽ ഈ രണ്ട് മഹർഷിമാരുമാണ് അഥർവവേദം അവർ നമുക്ക് ഉപദേശിച്ചു തന്നത്. അഥർവൻ എന്നും അംഗിരസ് എന്നും. അഥർവാംഗിരസ രണ്ടുപേര്. അഥർവവേദമെന്ന് പൊതുവെ പറയുമെങ്കിലും അഥർവൻ അംഗിരസ് എന്നീ രണ്ട് മഹർഷിമാർ കണ്ടെത്തിയതായ മന്ത്രങ്ങളെ അഥർവവേദം എന്ന് പറയുന്നു. അങ്ങനെ അവിടെയൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ശാന്തിക പൗഷ്ടികാദി പ്രതിഷ്ഠാഹേതു കർമ്മപ്രധാനത്വാത്. അഥർവ ശാന്തി മന്ത്രങ്ങളുണ്ട്, പൗഷ്ടിക മന്ത്രങ്ങളുണ്ട്. പുഷ്ടി ശരീരത്തിനും മറ്റ് പ്രപഞ്ചത്തിലെ മറ്റ് വസ്തുക്കൾക്കുമെല്ലാം പുഷ്ടി നൽകുന്നതും ആരോഗ്യം നൽകുന്നതും അവയുടെ സ്ഥിരത നൽകുന്നതും പിന്നെ ശാന്തി കർമ്മങ്ങളും എല്ലാമായിട്ടുള്ള മന്ത്രങ്ങൾ അടങ്ങിയത് കൊണ്ടാണ് അഥർവണവേദത്തിന് ഒരു പ്രത്യേകത വരുന്നത്. ശാന്തിക കർമ്മ പൗഷ്ടികാദി പ്രതിഷ്ഠാഹേതു കർമ്മ പ്രധാനത്വാത് പുച്ഛം പ്രതിഷ്ഠ. അഥർവവേദമാണ് അതിന് പുച്ഛമായിട്ടുള്ളത്, ആധാരമായിട്ടുള്ളത്. തതപ്യേഷ ശ്ലോകോ ഭവതി മനോമയാത്മപ്രകാശകഃ പൂർവവത്. മനോമയമായ ആത്മാവിനെ തന്നെ പ്രകാശിപ്പിക്കുന്നതായിട്ട് വേറൊരു മന്ത്രവുമുണ്ട് എന്ന് പ്രസിദ്ധമായ ആ മന്ത്രത്തിലേക്ക് കടക്കുന്നു. എന്താ മന്ത്രം എന്ന് ചോദിച്ചാൽ യതോ വാചോ നിവർത്തന്തേ തതപ്യേഷ ശ്ലോകോ ഭവതി യതോ വാചോ നിവർത്തന്തേ പ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കഥാചനേതി എന്ന്. ഏതൊന്നിൽ നിന്നാണോ, ഏതൊരു മനോമയമായ ബ്രഹ്മത്തിൽ നിന്നാണോ മനസാ സഹ മനസ്സോടുകൂടി വാചഃ വാക്കുകൾ അപ്രാപ്യ പ്രാപിക്കാതെ എത്താതെ നിവർത്തന്തേ പിന്തിരിഞ്ഞു പോരുന്നുവോ തസ്യ ആ ബ്രഹ്മണത്തിന്റെ ഉപാസനാഫലമായ ആനന്ദം, ആ ആനന്ദത്തെ അറിയുന്നവൻ കുതശ്ചന ഒന്നിൽ നിന്നും ന ബിഭേതി ഒന്നിനെയും ഭയപ്പെടുന്നതല്ല. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കഥാചനേതി. ഒരിക്കലും ഒന്നിൽ നിന്നും ആ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ആ വിദ്വാൻ യതോ വാചോ നിവർത്തന്തേ മനോമയമായ ബ്രഹ്മത്തിൽ നിന്നും മനസാ സഹ മനസ്സോടുകൂടി വാചഃ വാക്കുകൾ അപ്രാപ്യ. അപ്പൊ വാക്കുകൾക്കും മനസ്സിനും അപ്രാപ്യമായിട്ടുള്ള വസ്തുവാണ് ബ്രഹ്മമെന്ന് ഈ മന്ത്രം വ്യക്തമാക്കി തരുന്നു, വെളിവാക്കി തരുന്നു. വിഭേതി കഥാചനേതി. ആ അങ്ങനെയുള്ള ബ്രഹ്മത്തിന്റെ ഉപാസനാഫലമായ ആനന്ദം, ആ ആനന്ദം അഭയം നൽകുന്നു. ന വിഭേതി കഥാചനേതി. യാതൊന്നിൽ നിന്നും ന ബിഭേതി ഭയപ്പെടുന്നില്ല. യ ഏഷ തസ്യേഷ ഏവ ശാരീര ആത്മാ യഃ പൂർവസ്യ എന്ന് അതിലും ആന്തരികമായിട്ടുള്ള ആനന്ദമയ കോശ വിവരണത്തിലേക്ക് കടക്കുന്നു.
തസ്മാദ്വായ തസ്മാത് മനോമയാത് അന്യോന്തര ആത്മാ വിജ്ഞാനമയഃ തേനൈഷ പൂർണ്ണഃ തവായേഷ പുരുഷവിധ ഏപ തസ്യ പുരുഷവിധതാം അന്വയം പുരുഷവിധഃ തസ്യ ശ്രദ്ധൈവ ശിരഃ ഋതം ദക്ഷിണഃ പക്ഷഃ സത്യമുത്തരഃ പക്ഷഃ യോഗ ആത്മാ മഹപുച്ഛം പ്രതിഷ്ഠ തദപ്യേഷ ശ്ലോകോ ഭവതി വിജ്ഞാനം യജ്ഞം തനുതേ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോ ഈ പറഞ്ഞ ബ്രഹ്മത്തിന്റെ ഉപാസനാഫലമായ ആനന്ദം അനുഭവിക്കുന്നവനായ പുരുഷൻ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. അദ്വൈതം മാത്രമാണ് അഭയം നൽകുന്നത്. അദ്വൈതം തന്നെ അഭയം അമൃതം, അഭയം അമൃതം. പിന്നെ അത് ഈ അഭിന്നം, അത് അഭയം അമൃതം അജരം ബ്രഹ്മ അമൃത്യുപദം ക്ഷേമപ്രാപ്തി എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അമൃതം അഭയം അജരം അമൃത്യുപദം ബ്രഹ്മ ക്ഷേമപ്രാപ്തി, ഇതിൽ നിന്നൊക്കെ ഇതെല്ലാം പര്യായപദങ്ങളായിട്ട് കിട്ടുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് യാതൊന്നിൽ നിന്നും ഭയമുണ്ടാകുന്നതില്ല. തസ്മാദ്വായ തസ്മാത് മനോമയാത് അന്യോന്തര ആത്മാ വിജ്ഞാനമയഃ തേനൈഷ പൂർണ്ണഃ. തസ്യ പൂർവസ്യ, ആ മുമ്പ് പറഞ്ഞ പ്രാണമയ ശരീരത്തിൽ നിന്നും ഉള്ള ആത്മാവ്, അങ്ങനെ പ്രസിദ്ധമായ മനോമയാത്, മനോമയത്തിൽ നിന്നും അന്യഃ വേറുപെട്ട് നിൽക്കുന്നതും അന്തരഹ അതിൽ ഉള്ളിലുള്ളതുമായ ആത്മാവാണ് വിജ്ഞാനമയഃ, വിജ്ഞാനമയം എന്നറിയപ്പെടുന്നത്. വിജ്ഞാനമയ കോശം. അപ്പോ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം. അതുകൊണ്ട് ഈ വിജ്ഞാനമയനാൽ മനോമയം പൂർണ്ണനായിരിക്കുന്നു, പൂരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മനോമയ കോശത്തിന്റെ ഉള്ളിൽ ഉരുക്കി ഒഴിക്കപ്പെട്ട ദ്രവം പോലെ, ചെമ്പ് പോലെ ഇത് നിറഞ്ഞിരിക്കുന്നു, പൂർണ്ണനായിരിക്കുന്നു. സവൈ ഏഷഃ വിജ്ഞാനമയഃ പുരുഷവിധ ഏവ, ഒരു പുരുഷന്റെ ആകൃതിയോട് കൂടിയതാണ്. തസ്യ, ആ മനോമയന്റെ പുരുഷവിധതാം, പുരുഷാകാരതയെ അനുസരിച്ച് അയം, ഈ വിജ്ഞാനമയനും പുരുഷവിധ, പുരുഷാകാരമുള്ളവനായിരിക്കുന്നു എന്ന് കിട്ടുന്നു. അവന് ശ്രദ്ധ ഏവ ശിരഃ, ശ്രദ്ധ എന്നതാണ് അവന് ശിരസ്, വിജ്ഞാനമയ കോശത്തിന്. അതായത് ശ്രദ്ധ ഏവ ശിരഃ ഋതം ദക്ഷിണ പക്ഷഃ. ഋതം എന്ന് പറഞ്ഞാൽ എന്താ? അനുഷ്ഠിക്കേണ്ടതിനെ സംബന്ധിച്ച് ശാസ്ത്രപ്രകാരമുള്ള ജ്ഞാനം, അതാണ് ഋതം. ഇത് ദക്ഷിണ പക്ഷഃ. സത്യമുത്തര പക്ഷഃ, സത്യം ഇടത്തെ പക്ഷമാകുന്നു, ഋതം വലത്തെ പക്ഷമാകുന്നു, അല്ലെങ്കിൽ വലത്തെ കൈയാകുന്നു. യോഗ ആത്മാ, യോഗം ആത്മാവാകുന്നു. മഹത്തത്വം പുച്ഛം, മഹത് പുച്ഛം പ്രതിഷ്ഠ, മഹത്തത്വം പുച്ഛമാകുന്ന പ്രതിഷ്ഠയാകുന്നു. തദപ്യേഷ ശ്ലോകോ ഭവതി, ഇതിനെ സംബന്ധിച്ചും ഒരു മന്ത്രമുണ്ട്. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്ന് തുടങ്ങുന്ന മന്ത്രമുണ്ട്. അപ്പോ ഉപനിഷത്തിന്റെ ഉദ്ദേശം തന്നെ കർമാദികളിൽ നിന്നും നമ്മെ പതുക്കെ പതുക്കെ പിന്തിരിപ്പിച്ച്, കർമാഭ്യാസത്തിൽ നിന്നും നമ്മെ പതുക്കെ പിന്തിരിപ്പിച്ച് ക്രമേണ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ടുള്ള മനോശുദ്ധി, മനസ്സിന്റെ നൈർമല്യം, അതിൽ ബ്രഹ്മതത്വത്തെ പ്രതിബിംബിക്കുവാനുള്ളതായ ഒരു അഭ്യാസത്തിന് നമ്മെ ഉപനിഷത്തുക്കൾ പ്രേരിപ്പിക്കുന്നു. ക്രമേണ ശരീരം, വളരെ സ്ഥൂലമായി കാണുന്ന ഈ ശരീരത്തെ ആത്മാവാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, കുറെ കഴിഞ്ഞ് അതിൻ്റെയും ഉള്ളിലുള്ള പ്രാണനെ ആത്മാവായി സങ്കല്പിച്ചുകൊണ്ട്, കുറെ കൂടി കഴിഞ്ഞാൽ അതിൻ്റെയും ഉള്ളിലുള്ള
മനസ്സിനെ ആത്മാവാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് പിന്നീട് അതിൻ്റെ ഉള്ളിലുള്ളതായ വിജ്ഞാനത്തെ ആത്മാവായി സങ്കല്പിച്ചുകൊണ്ട് ക്രമേണ സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കുള്ള ഒരു പ്രയാണമാണിത്. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ അന്നമയ കോശം വളരെ ബാഹ്യമാണ്, പ്രകടമാണ്, നമുക്ക് കാണാവുന്നതാണ്. പ്രാണനുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം, മനസ്സുണ്ടെന്നും നമുക്ക് അനുമാനിക്കാം, ആനന്ദമുണ്ടെന്ന് നാം അനുഭവിക്കുന്നു. ക്രമേണ ഇങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി മനോമയത്തിൻ്റെ മനോമയത്തിന് അന്തരമായിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ളതായ വിജ്ഞാനമയത്തെ ഇവിടെ മനസ്സിലാക്കി തന്ന ശേഷം വിജ്ഞാനമയത്തിന് ഒരു പുരുഷാകാരമുണ്ടെന്നും അതിന് ശരീരമുണ്ടെന്നും ആ ശരീരം എന്ന് പറയുന്നത് ശ്രദ്ധയാണെന്നും ഋതം അതിനെ സംബന്ധിച്ച ജ്ഞാനം, അതായത് അനുഷ്ഠിക്കേണ്ടവയെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രപ്രകാരമുള്ള ജ്ഞാനം, അതിനെ വലത്തെ കൈയായും ദക്ഷിണപക്ഷ സത്യം എന്നതിനെ ഉത്തരപക്ഷമായും ഇടത്തെ കൈയായും യോഗം എന്നതിനെ ആത്മാവായും സങ്കല്പിച്ചുകൊണ്ട് ഇതിന് പ്രതിഷ്ഠ നൽകുന്ന, ഇതിന് ആധാരമായിട്ടുള്ളത് മഹത്ത് എന്ന് പറയുന്ന തത്വമാണെന്നും ഉപനിഷത്ത് ക്രമേണ നമ്മളെ മനസ്സിലാക്കി തരുന്നു. ഇതാണ് ഉപനിഷത്തിന്റെ ഒരു പ്രത്യേകത. സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്കുള്ള പ്രയാണം. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് ബ്രഹ്മം എന്ന് സൂചിപ്പിക്കാനാണ് ഇങ്ങനെ ഒരു ശരീരാകൃതിയിലുള്ള അല്ലെങ്കിൽ പക്ഷാകൃതി ഒരു പക്ഷിയുടെ ആകൃതിയിലുമുള്ളതായ ഒരു രൂപകം ഒന്നിനെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് ക്രമേണ നമ്മളെ ഉദ്ധരിച്ചുകൊണ്ട് പോകുന്നു. ഇനി ഈ വിജ്ഞാനമയ ആത്മാവിനെയും അതിൻ്റെയും ഉള്ളിലുള്ളതായ ആനന്ദമയമായ ആത്മാവിനെയും അതിൻ്റെയും ഉള്ളിലുള്ളതായ ബ്രഹ്മതത്വത്തെയും വിശദീകരിക്കുന്ന മന്ത്രബ്രാഹ്മണങ്ങളും ഉപനിഷത് വാക്യങ്ങളും അതിൻ്റെ അവിടെ ഉള്ള ശങ്കര ഭാഷ്യത്തിലെ പങ്ക്തികളും നാളെ നമുക്ക് മനസ്സിലാക്കാം. ഇതോടുകൂടി ഇന്നത്തെ സത്സംഗം സമാപിക്കുന്നു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.